ഡയബറ്റിക് ഉള്ളവർ ചോറ് കഴിക്കാറില്ല വൈകിട്ട്. എന്ത് കഴിക്കും? ചപ്പാത്തി കഴിക്കും. അല്ലേ? ആരാണ് ചപ്പാത്തി? ചോറിന്റെ അനിയനാണ്, സ്വന്തം അനിയനാണ്. 87% അരിയിൽ കാർബുള്ളപ്പോ 82% ഗോതമ്പിൽ കാർബുണ്ട്. അല്ല, അവർക്ക് കുറെ കാര്യങ്ങൾ കഴിക്കാൻ പറ്റും. ഞാൻ ദുബായി പോയ ആളാണ്, ഞാൻ ദുബായിൽ ഇത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തതാണ്. അവര് കുഴിമന്തിക്കകത്ത് ഇത്രയും എണ്ണ യൂസ് ചെയ്യത്തില്ല. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് നമ്മുടെ കുഴിമന്തി അല്ല. ഓരോ ജംഗ്ഷനിലും ഒരു കുഴിമന്തിക്കട എന്ന നിലയിലേക്ക് നമ്മുടെ സംസ്ഥാനം അതപ്പതിച്ചിരിക്കുകയാണോ അതോ ഇംപ്രൂവ് ചെയ്തിരിക്കണോ എന്നറിയില്ല. പക്ഷെ പറയുമ്പോൾ മലയാളിയുടെ സ്റ്റേപ്പിൾ ഫുഡ് പണ്ട് മുതലേ നമ്മൾ സദ്യ കഞ്ഞി എന്നൊക്കെ പറയും. സദ്യ കഞ്ഞി ഓർ കുഴിമന്തി സാഹചര്യമാണ്. വർഷത്തിൽ 2-3 പ്രാവശ്യം സദ്യ കഴിക്കുന്നതിനോട് വിരോധമില്ല. എന്തെങ്കിലും ഗ്യാസിന്റെ ഇഷ്യൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ മീൻസ് ചില പർട്ടിക്കുലർ കണ്ടീഷനിൽ കഞ്ഞി കുടിക്കുന്നതിനോടും വിരോധമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ വളരെ അത്യന്താപേക്ഷിതമാണെങ്കിൽ വൺസ് ഇൻ എ വൈൽ കുഴിമന്തി ഇഷ്ടമുള്ളവർ അത് കഴിക്കുന്നതിനോട് എനിക്ക് വിരോധമില്ല. പക്ഷേ റെസ്റ്റ് ഓഫ് ദ ലൈഫ് ബാക്കിയുള്ള സമയങ്ങളിൽ അവരെങ്ങനെയാണ് അവരുടെ ഫുഡ് പാറ്റേൺ, എങ്ങനെയാണ് അവരുടെ എക്സസൈസ്, എങ്ങനെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഏതാണ് ഇതിനകത്ത് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതൊന്നും ഒരു ഐഡിയൽ ഫുഡല്ല. ഈ പറഞ്ഞ മൂന്നും ഒരു ഹെൽത്തി ഫുഡായി നമ്മുടെ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നും നിങ്ങളിപ്പോൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. കുറച്ചുകൂടെ തമ്മിൽ ഭേദം എന്നുള്ളത് കഞ്ഞിയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഈ സദ്യ ഞാൻ പറഞ്ഞില്ലേ, സദ്യക്ക് വലിയൊരു കൾച്ചറുണ്ട്, എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്. സദ്യ വിളമ്പുന്നതിൽ തന്നെ ഹെൽത്തിന് എന്തുമാത്രം പ്രാധാന്യം ഉണ്ടെന്നും നമ്മുടെ കൾച്ചറൽ പ്രസിദ്ധമാണ്. ഇപ്പോൾ എത്രമാത്രം അവിയൽ വിളമ്പുന്നു, എത്രമാത്രം തോരൻ വിളമ്പുന്നു, അതിനോടൊപ്പം അത്രയും തന്നെ അച്ചാർ വിളമ്പാത്തതും പുളിയിഞ്ചി വിളമ്പാത്തതും നമ്മൾക്ക് കൃത്യമായൊരു ആരോഗ്യ സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇതെല്ലാം വിളമ്പിക്കഴിഞ്ഞ് നമ്മൾ പരാതി പറയും, ഇനി ഇവിടെ ചോറിടാൻ സ്ഥലമില്ലല്ലോ എന്നൊരു പരാതി ഇല്ലേ? ചോറിടാൻ സ്ഥലമില്ലാത്തതല്ല, അത്രയും ചോറ് മതി എന്നുള്ളത് കൃത്യമായി ആ സദ്യയുടെ കൾച്ചറിലുണ്ട് എന്നുള്ളത്. അപ്പം ഈ പറയുന്ന ഡോക്ടർ പറയുന്നതനുസരിച്ച് ഈ പറയുന്ന ആദ്യം വിളമ്പുന്ന ചോറ് അത് മതി ഒരാൾക്ക് സദ്യ കഴിക്കാൻ. അത് രണ്ടാമത് സാമ്പാറിനും രസത്തിനും വേണ്ടി മേടിക്കാൻ പാടില്ല, കുറച്ചും കൂടെ വേണ്ട. തീർച്ചയായിട്ടും വേണ്ട. ആദ്യം വിളമ്പുന്ന ചോറാണ് ഒരു സദ്യക്ക് വേണ്ടത്. ആ കറികളെല്ലാം വിളമ്പിക്കഴിഞ്ഞ് എത്ര സ്പേസ് ഉണ്ടോ അത്രയും സ്പേസിലാണ് ചോറ് വരേണ്ടത്. പക്ഷെ നമുക്ക് പരിപ്പ് കൂട്ടി കഴിക്കണം, സാമ്പാർ കൂട്ടി കഴിക്കണം, പുളിശ്ശേരി കൂട്ടി കഴിക്കണം. അത് നമ്മൾക്ക് അതിനുള്ളിൽ ചെറിയൊരു കോമൺ സെൻസ് ഉണ്ടാവണം എന്നുള്ളതാണ്. ആ ചോറിന്റെ ഡിവൈഡ് ചെയ്യാം. അതെ, അതിൽ ഒരു കോമൺ സെൻസ് ഉണ്ടാവണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, നമ്മുടെ കൾച്ചറിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് വൺസ് ഇൻ എ ഇയർ അല്ലെങ്കിൽ ഒരു മാക്സിമം പോയാൽ വർഷത്തിൽ ഒരു 3-4 പ്രാവശ്യമാണ് പണ്ടത്തെ കൾച്ചർ വെച്ച് നമുക്ക് സദ്യ ഉള്ളത്. അതല്ല 365 ദിവസം പായസം കൂട്ടി സദ്യ കൊടുക്കുന്ന സ്ഥലങ്ങൾ ഇന്ന് കേരളത്തിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞ ആ കൺസെപ്റ്റിനെ പറ്റിയല്ല, ഞാൻ പറഞ്ഞ നമ്മുടെ പൈതൃകം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു സംസ്കാരം അനുസരിച്ച് നമ്മൾ വർഷത്തിൽ 4-5 ഒരു ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ ഒരു 2-3 കല്യാണം, ഓണം, വിഷു, ഇതാണല്ലോ നമ്മുടെ ഒരു സദ്യ കഴിക്കേണ്ട സമയങ്ങൾ. ഈ സദ്യ കഴിക്കേണ്ട ഈ വർഷത്തിൽ 5 ദിവസം പോലും ആ ഫുഡിൽ പോലും നമ്മൾ ഭയങ്കര കൺസേൺ ആയിരുന്നു എന്നുള്ളതാണല്ലോ തെളിവ്. സോ നമ്മളുടെ കൾച്ചറൽ ഹെൽത്ത് വളരെ പ്രാധാന്യമുള്ളതാണ്, അത് സദ്യയിൽ വളരെ വിസിബിൾ ആയിരുന്നു എന്നുള്ളതാണ്. ഡോക്ടറിന്റെ ഒരു പോയിന്റ് അനുസരിച്ച് എന്താണ് മലയാളിക്ക് കഴിക്കേണ്ടത് കഴിക്കാൻ പറ്റാത്തത്? അല്ലല്ല, മലയാളി കഴിക്കുന്ന ഒട്ടുമിക്ക ആഹാരവും കഴിക്കാം. പക്ഷേ മലയാളി പണിയെടുക്കേണ്ടതുപോലെ പണിയെടുത്താൽ മതി എന്നുള്ളതാണ്, മേലനങ്ങണം എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ പറയുന്നത് 8% ആൾക്കാരാണ് കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്നതാണ് സ്റ്റഡീസ് പറയുന്നത്, 7-8%. ബാക്കിയുള്ള 92% ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം ഭയങ്കര പ്രശ്നമാണ്. കാരണം അവരാരും മേലനങ്ങുന്നില്ല. അവിടെയാണ് നമ്മൾ കാർബ് കട്ട് ചെയ്യണം, ഇഡലി കഴിക്കരുത്, ദോശ കഴിക്കുന്നത് ചീത്തയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ശരീരം അനങ്ങുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. കൃത്യമായി നിങ്ങൾ 1 മണിക്കൂർ വ്യായാമം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 2-3 ഇഡലി രാവിലെ കഴിക്കുന്നത് എനിക്ക് വിരോധമൊന്നുമില്ല. അതോടൊപ്പം ഈ പറഞ്ഞ ഇപ്പം ഇൻസ്റ്റന്റ് മാവുകൾ അതും ബാധകമാണോ? അല്ല, എല്ലാം ബാധകമാണല്ലോ. ഇൻസ്റ്റന്റ് മാവുകളുടെയൊക്കെ പ്രശ്നം അത് നമുക്കറിയാലോ. നമ്മളുടെ വീട്ടിൽ നമ്മൾ അരയ്ക്കുന്നതും ഇതുമായിട്ട് ഒത്തിരി വ്യത്യാസം. അപ്പൊ എന്താണ് ആ വ്യത്യാസത്തിന് കാരണം? ഇൻസ്റ്റന്റ് മാവില് ഉഴുന്നൊന്നും അവർ അധികം ആഡ് ചെയ്യില്ല. എത്രയാ അവർക്ക് വരുമാനം. അത് മാത്രമല്ല, അതിനകത്ത് സോഡ, കാരം പോലുള്ള സാധനങ്ങളും കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യണം. കാരണം അതവിടെ നിൽക്കണല്ലോ. ഞാൻ ഒരു ഷോപ്പിലെ ആളുമായിട്ട് പരിചയപ്പെട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അയാൾ 100 മാവ് എടുത്ത് വെക്കും എന്നാണ്. 100 മാവ് എടുത്ത് വെച്ചിട്ട് അപ്പം ഞാൻ ചോദിച്ചത് ബാക്കി വന്നാലും അവർ തിരിച്ചെടുത്തോളും എന്നാണ്. അപ്പോൾ തിരിച്ചെടുക്കുന്ന എന്ത് ചെയ്യും എന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അന്നത്തെ മാവിനോട് മിക്സ് ചെയ്യും. അപ്പോൾ ഇതൊരു കൊമേഴ്ഷ്യൽ സൈഡാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റന്റ് മാവുകളുടെയൊക്കെ
അതിപ്പോ മാവെന്നല്ലല്ലോ, നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന എന്തിലും പ്രിസർവേറ്റീവ് ഒക്കെ ഉണ്ടാവും. അല്ല ഞാൻ ഡോക്ടർ ഞാൻ ചോദിക്കാൻ കാരണം, അങ്ങനാണെങ്കിൽ ഈ 2025 മുതൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മലയാളിക്ക് പേടിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ ഈസിലി സെല്ല് ചെയ്യുന്നുണ്ട് ഇവിടെ റോഡുകളിൽ. ഇപ്പം ഡോക്ടർ പറയുന്നതനുസരിച്ച് നമ്മൾ പണ്ടൊക്കെ ഒരു വല്ലപ്പോഴും കഴിക്കുന്ന ബിരിയാണി, അതിപ്പോൾ ആഴ്ചയിൽ 1-2 കഴിക്കുന്ന ബിരിയാണിയും കുഴിമന്തിയും പൊറോട്ടയും ബീഫുമായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന അല്ലെങ്കിൽ PGകളിൽ താമസിക്കുന്ന കുട്ടികൾ, അവർക്ക് ഹോസ്റ്റൽ ഫുഡ് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ മജോറിറ്റി ഓഫ് ആൾക്കാർ വെളിയിൽ പോയി പൊറോട്ടയും ബീഫും കഴിക്കും. 2 പൊറോട്ട ഒരു ബീഫും കഴിച്ചാൽ വയർ ഫുള്ളായി എന്ന് ചിന്തിക്കുന്ന ഒരു ജനറേഷൻ ഉണ്ട്. അപ്പം അവർക്ക് മുമ്പിലേക്ക് ഡോക്ടറിന് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളിത് കഴിച്ചു വ്യായാമം ചെയ്താൽ മതി എന്ന് മാത്രമാണ് ഡോക്ടറിന്റെ ഒരു. അല്ല, ഇതെല്ലാം കഴിക്കണം എന്നല്ല ഞാൻ പറയട്ടെ. ഈ ലോകത്ത് 2020 മുതൽ ഇങ്ങോട്ട് ഇപ്പൊ ഈ ഒരു 2-3 വർഷമൊക്കെ നിങ്ങൾ എടുത്താൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യപ്പെട്ട സാധനം എന്താണെന്നറിയോ? പൊറോട്ട ആയിരിക്കും. അല്ല, ഇന്ന് ഈ ലോകത്താണ് ഞാൻ പറഞ്ഞത്, മലയാളം. ലോകത്ത് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യപ്പെട്ട സാധനം മടിയാണ്. മടിയാണ് ഈ ബിസിനസിന്റെ ബേസിക് മാർക്കറ്റിംഗ് ടൂൾ. മാഗി മുതൽ തുടങ്ങിയതാണ് നമ്മുടെ മടിയുടെ കഥ. സ്വിഗ്ഗി, സൊമാറ്റോ, ഊബർ, നിങ്ങൾ എന്തും എടുത്തോളൂ, ഒരു ബ്രാൻഡ് ഒന്നും എടുക്കണ്ട. ഇവരെല്ലാം സെയിൽ ചെയ്യുന്ന എന്താണ്? ഇൻസ്റ്റന്റ് മാവ് സെയിൽ ചെയ്യുന്ന എന്താണ്? മടിയാണ്. ഈ മടി എന്നുള്ളതാണ് നമ്മൾ സംസാരിച്ച നേരത്തെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്ന മുതലുള്ള എല്ലാത്തിൻ്റെയും റീസൺ. എന്ത് വേണമെങ്കിലും നിങ്ങൾ വലിച്ചു വാരി കഴിച്ചോളൂ, 1 മണിക്കൂർ എക്സസൈസ് ചെയ്താൽ മതി എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമ്മളുടെ ഇപ്പോൾ ഇഡലി ദോശ, നിങ്ങൾ രാവിലെ 3 ഇഡലി കഴിച്ചോളൂ. നിങ്ങൾ രാവിലെ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ രാവിലെ 3 ഇഡലി കഴിച്ചോളൂ. ഉച്ചയ്ക്ക് നിങ്ങൾ ചോറ് കഴിച്ചോളൂ. ഞാൻ പറഞ്ഞില്ലേ 1/3, ഒരു 1/3 പാർട്ട് ചോറ് കഴിച്ചാൽ 1/3 നിങ്ങൾക്ക് വെജിറ്റബിൾസോ സാലഡ്സോ, ആ 1/3 ഭാഗം പ്ലേറ്റിന് മാത്രമേ ചോറിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ ചിക്കനോ മീനോ കഴിക്കരുത് എന്ന് പറയുന്ന ആളല്ല. ചിക്കനും മീനും നോൺ വെജും നിങ്ങൾ കഴിച്ചോളൂ. ദ വേ ഹൗ യു ആർ കുക്കിംഗ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ നമ്മൾ ഈ കുഞ്ഞിലെ മുതൽ ഈ പറഞ്ഞ പോലെ വയറ് നിറച്ച് കഴിക്കുക. ഇപ്പൊ ഒരു കുട്ടിയെ പോലും നമ്മൾ കുറുക്കായാലും എന്ത് കൊടുത്താലും അവന്റെ വയറ് വീർക്കുന്നുണ്ടോ എന്നനുസരിച്ചിട്ടാണ് അമ്മമാരായാലും പാരന്റ്സ് അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ആണെങ്കിലും കൂടുതൽ അവയർനെസ് ആളുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലേറ്റ് കാണിച്ചിട്ട് ഇത്തിരി പ്രോട്ടീൻ, ഇത്തിരി കാർബ്, അങ്ങനെയൊക്കെ കാണിച്ചിട്ട് അപ്പോൾ ആ ഒരു മീല് നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? അല്ല, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മീൽ എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ ആണ്. അതിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മളുടെ പ്ലേറ്റിൽ നമുക്ക് ഉണ്ടാവണമെന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഒരു മിനിമം ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്, പ്രോട്ടീൻസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം, ഫൈബർ കണ്ടന്റ് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം, ഗുഡ് ഫാറ്റ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വാക്കാണ് ഫാറ്റ്. ഫാറ്റ് ഫ്രീ ആവണം എന്നായിരുന്നു ഇടയ്ക്ക്. ഫാറ്റ് ഫ്രീ ആവാൻ നമുക്ക് സാധ്യമല്ല. ഫാറ്റ് നമുക്ക് ആവശ്യമുള്ളതാണ്. നമ്മുടെ ബ്രെയിൻ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ യു നീഡ് ഫാറ്റ്. ഇടയ്ക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ സെയിലിംഗ് പോയിന്റ് ആയിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട് ചില ബോട്ടിലൊക്കെ, ഫാറ്റ് ഫ്രീ. അത് ബുൾഷിറ്റ് ആണ് സത്യം പറഞ്ഞാൽ. അത് ഒരിക്കലും പോസിബിൾ അല്ല. അത് പോസിബിൾ അല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് പോസിബിൾ അല്ല. അപ്പം നല്ല ഫാറ്റ്, നെയ്യ്, വെണ്ണ പോലുള്ള നല്ല ഫാറ്റ്, അതെ, നല്ല ഫാറ്റും കാർബും ഫൈബറും പ്രോട്ടീനും ഒക്കെ ഉള്ള മിക്സഡ് ആവണം നമ്മളുടെ പ്ലേറ്റ്. അവിടെ ഒരിക്കലും കാർബോഹൈഡ്രേറ്റിന്റെ ഒരു ഹൈറാർക്കി ഉണ്ടാവാൻ പാടില്ല. അൺഫോർച്ചുനേറ്റ്ലി അതാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ബിരിയാണി ആയിക്കോട്ടെ. ഇപ്പൊ കുഴിമന്തിയിൽ പോലും പ്രശ്നം എന്താണെന്നറിയോ? ആൾക്കാർ കുഴിമന്തി കഴിക്കാൻ എന്തുകൊണ്ടാണ്? ഇത് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്നു. റൈസ്. ചിക്കൻ അല്ല അൺലിമിറ്റഡ്. ചിക്കൻ അല്ല അൺലിമിറ്റഡ്. കുഴിമന്തി നിങ്ങൾ കഴിക്കുമ്പോൾ അൺലിമിറ്റഡ് എന്താണ്? റൈസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ആ റൈസ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് കുഴിമന്തി നിങ്ങൾ കഴിക്കുന്നവരായിരിക്കും. അപ്പൊ ആ ഒരു പ്ലേറ്റ് എക്സ്ട്രാ മേടിച്ചിട്ട് നിങ്ങൾ ആ റൈസ് ഒന്ന് കുടഞ്ഞിടണം. എന്നിട്ട് എനിക്ക് ആ പ്ലേറ്റിലെ എണ്ണ ഒന്ന് എടുത്ത് കാണിച്ചു. അവിടെയാണ് പ്രശ്നം. ഇതൊക്കെ അറബിക് ഫുഡാന്നല്ലേ അല്ലേ? ദുബായിൽ നിങ്ങൾ പോകണം, നല്ല ട്രഡീഷണൽ അറബിക് റെസ്റ്റോറൻറ്റിൽ പോയാൽ ഈ കുഴിമന്തിയായിട്ട് ഒരു ബന്ധമില്ല. അവര് ചിലപ്പോൾ ഇവിടെ തല്ലു. അല്ല, ഇപ്പം ഒരു അറബിക് ആള് ഇവിടെ വന്ന് കുഴിമന്തി കഴിച്ചിട്ട് അവര് പറഞ്ഞത് ഇത് ഞങ്ങളുടെ കുഴിമന്തി അല്ല. അവര് കുഴിമന്തിക്കകത്ത് മയോണൈസ് യൂസ് ചെയ്യത്തില്ല. അവര് കുഴിമന്തിക്കകത്ത് ഇത്രയും എണ്ണ യൂസ് ചെയ്യത്തില്ല. ഞാൻ ദുബായി പോയാലാണ്, ഞാൻ ദുബായിൽ ഇത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് നമ്മുടെ കുഴിമന്തി ആയിരുന്നു.
ഇപ്പൊ റൈസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ബ്രൗൺ റൈസ് ഓർ വൈറ്റ് റൈസ് ഇത് ഭയങ്കര ഒരു ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. ചില ഡോക്ടർമാർ പറയും അതുപോലെ തന്നെ ഇപ്പൊ മില്ലറ്റ്സിന്റെ കാര്യം അത് രണ്ടുകൂടെ കണക്ട് ചെയ്യാം. ഇത് ഈ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ബ്രൗൺ റൈസ്, വൈറ്റ് റൈസ്, മില്ലറ്റ്സ്, കുനിയ, അങ്ങനെ കുറെ സാധനങ്ങൾ പറയുന്നുണ്ട്. ബ്രൗൺ റൈസ് ബെറ്റർ ദാൻ വൈറ്റ് റൈസ് ഫോർ ഫസ്റ്റ് തിങ്. ഈ 50% കൂടുതൽ തവിടോടുകൂടി അരിയൊക്കെ കിട്ടും. അതൊക്കെ ഫൈബർ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ കുറച്ച് കഴിച്ചാൽ വയറ് നിറയും എന്നുള്ളതാണ്. അതൊക്കെയാണ് ഏറ്റവും നല്ലത്. ഈ നമ്മൾ എന്താ പറയാന്നറിയോ, നമ്മൾ തമാശയ്ക്ക് പറയും, ചിലരെ ശരിക്കുള്ള കളറിൽ കാണാനാണ് രസം, അവനെ കൂടുതൽ വെളുപ്പിച്ചാൽ അവന്റെ ഗുണം പോവും എന്ന് പറയും. അതേ അവസ്ഥയാണ് ഈ ചോറിനുള്ളത്. ഈ ചോറ് കൂടുതൽ വെളുപ്പിക്കും തോറും അത് നമുക്ക് ഹെൽത്തി അല്ലാതാവുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ്, മില്ലറ്റ്. ഞാൻ നേരത്തെ എവിടെയോ പറഞ്ഞ പോലെ തമ്മിൽ ഭേദം എന്നുള്ളതാണ്. നിങ്ങൾ ഗോതമ്പോ അരിയോ കഴിക്കുന്നതിനേക്കാളും മച്ച് ബെറ്റർ ആണ് മില്ലറ്റ് കഴിക്കുക. മില്ലറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ പൊടികളുടെയും ഒരു സംഗമമാണോ? മില്ലറ്റ് തന്നെ വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. മില്ലറ്റിൽ തന്നെ കുറെ അധികം വെറൈറ്റി ഓഫ് മില്ലറ്റ്സ് ഉണ്ട്. തിന എന്ന മലയാളത്തിൽ തിന. നമ്മളാകെ തിന കേട്ടിരിക്കുന്ന നേരത്തെ പക്ഷിക്ക് കൊടുക്കാൻ, ലവ് ബേർഡ്സിന് കൊടുക്കാൻ. ശരിക്കും അല്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന കുറേ വെറൈറ്റീസ് ഉണ്ടാക്കാം. മില്ലറ്റ് ഉപ്മാവ് ഉണ്ടാക്കാം, മില്ലറ്റ് ദോശ ഉണ്ടാക്കാം, മില്ലറ്റിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് വേവിച്ച് സൂപ്പ് ആക്കാം. മില്ലറ്റ് യു ക്യാൻ ഡു സോ മെനി തിങ്സ്. അത് മച്ച് ബെറ്റർ വേ ആണ്. അതും കാർബാണ്, കാർബ് അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ബെറ്റർ ദാൻ റൈസ്. നമ്മുടെ പഴയ ആൾക്കാർ പണ്ട് ചെയ്തുകൊണ്ടിരുന്നു പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പണ്ട് ചെയ്ത ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ പണ്ട് ചെയ്ത് അതൊന്നും ചെയ്യാൻ റെഡിയല്ല. ആകെ നമ്മൾ ചെയ്യാൻ റെഡി എന്താണ്? ഇഡലിയും ദോശയും കഴിക്കാൻ റെഡിയാണ്, പുട്ട് കഴിക്കാൻ റെഡിയാണ് എന്നുള്ളതാണ്. അല്ലേ? അതല്ലേ നമ്മൾ പറയുന്ന ഒരു കൺസെപ്റ്റ്? അതല്ലല്ലോ, തീർച്ചയായിട്ടും അതല്ല. ഫുഡ് ഹാബിറ്റ്സിൽ നിന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും പേടിയുള്ള ഒരു സാധനമാണ് ഈ പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ HbA1c ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു 3 മാസത്തെ ഇത് വെച്ചിട്ടാണ്, ആവറേജ് വെച്ചിട്ടാണ് നമ്മൾ ഇയാൾക്ക് പ്രീ ഡയബറ്റിക് ആണോ ഡയബറ്റിക് ആണോ എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പ്രീ ഡയബറ്റിക് ആണ്. അയാൾക്ക് ഷുഗറിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ പറ്റുമോ? അല്ല, പ്രീ ഡയബറ്റിക് അല്ല, ഡയബറ്റിക് സ്റ്റേജിലാണെങ്കിലും അയാൾക്ക് ഷുഗറിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ പറ്റും. അത് അയാളുടെ തീരുമാനമാണ്. എന്തൊക്കെ ചെയ്യണം അയാള്? അയാളുടെ ഫാസ്റ്റിംഗ് ഇൻസുലിനാണ് നമ്മൾ ചെക്ക് ചെയ്യുക. നമ്മുടെ ശരീരം എത്രമാത്രം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നത് ഫാസ്റ്റിംഗ് ഇൻസുലിനാണ്. അതായത് രാവിലെ എഴുന്നേറ്റ് പോയി ഉടനെ FBS അല്ല, ബ്ലഡ് ഷുഗർ അല്ല, ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഉണ്ട്. അത് ഒരു 6 മുതൽ 22-23 വരെയൊക്കെ ഉള്ളതാണ് ഒരു നോർമൽ. ഒരു 15 മേളിൽ പോകുമ്പോഴൊക്കെ അവരൊരു ഡയബറ്റിക്കിലേക്ക് ആവാനുള്ള ടെൻഡൻസി ശരീരത്തിലുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ഫുഡ് ഹാബിറ്റ്സിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞതുപോലെ കാർബ്, ഗ്ലൂക്കോസ് കണ്ടന്റ് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത്, അതിൽ തന്നെ വലിയ ചേഞ്ച് ഉണ്ടാവും. നമ്മൾക്ക് എന്താ സംഭവിക്കുന്നത്? ഡയബറ്റിക് ഉള്ളവർ ചോറ് കഴിക്കാറില്ല, വൈകിട്ട് എന്ത് കഴിക്കും? ചപ്പാത്തി കഴിക്കും. അല്ലേ? ആരാണ് ചപ്പാത്തി? ചോറിന് അനിയനാണ്, സ്വന്തം അനിയനാണ്. 87% അരിയിൽ കാർബ് ഉള്ളപ്പോ 82% ഗോതമ്പിൽ കാർബുണ്ട്. എനിക്ക് പേഷ്യൻസ് ഉണ്ട്, പാവങ്ങള് വന്നിട്ട്, ഡോക്ടറെ ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് എനിക്ക് ഡയബറ്റിക്കാണ്, ഞാൻ വൈകിട്ട് ഒരു ദിവസം പോലും ചോറ് കഴിച്ചിട്ടില്ല, എല്ലാ ദിവസവും ചപ്പാത്തി. ചപ്പാത്തി 6 എണ്ണം കഴിക്കുന്ന അല്ലേ? അപ്പൊ അവരറിഞ്ഞോണ്ടല്ല. എന്താണ് ആ കൺസെപ്റ്റ് എന്ന് ഇപ്പോഴും നമുക്കറിയില്ല. കാരണം ഇത് രണ്ടും ചേട്ടനും അനിയനാണ്. അവരുടെ ഡയറ്റ് കൺട്രോൾ ചെയ്ത് അവർ കൃത്യമായി എക്സസൈസ് ചെയ്യാൻ റെഡിയാണെങ്കിൽ തന്നെ you will see very good result even though in the diabetic patients. അത് അവരുടെ തീരുമാനമാണ്. പക്ഷെ എന്ത് കഴിക്കുന്നുള്ളത് ഭയങ്കര അല്ല, അവർക്ക് കുറേ കാര്യങ്ങൾ കഴിക്കാൻ പറ്റും. അവർക്ക് ഈ പറഞ്ഞതുപോലെ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് മുട്ട കഴിക്കാം, അവർക്ക് ചിക്കൻ കഴിക്കാം. അവർക്ക് ഈ പറയുന്ന റൈസിന്റെ കഴിക്കാൻ പാടില്ലെന്നല്ല, റൈസ് കഴിക്കുന്നതിന്റെ അളവ് ലിമിറ്റഡ് ക്വാണ്ടിറ്റി, ഒരു നേരം ഒരു ദിവസം ആ ഒരു ദിവസം റൈസിനോടൊപ്പം നമുക്ക് കഴിക്കുന്ന സാലഡ്സ്, കറികൾ, അതെല്ലാം ലിമിറ്റ് ചെയ്ത്. ഇതൊന്നും പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇതൊന്നും ബുദ്ധിമുട്ടുമല്ല. എൻ്റെ പലപ്പോഴുള്ള കൺസേൺ ഈ ഒരു ചപ്പാത്തിയും കറിയും നിങ്ങൾ വൈകിട്ടത്തെ ഒരു ഡിഷ് ഉണ്ടാക്കുന്നതിനേക്കാളും സമയലാഭവും എളുപ്പവും ഹെൽത്തി ഒരു ബൗൾ ഓഫ് ബോയിൽഡ് വെജിറ്റബിൾസ് സാലഡ്സ് ആണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളത് അട്രാക്റ്റഡ് ആവാത്തതെന്നാണ്. നമുക്കത് ഒരു സംതൃപ്തി ഇല്ല. നമുക്കത് നമ്മളുടെ രീതിയിൽ വരാത്തതുകൊണ്ടാണ്, നമ്മളുടെ രീതിയിൽ ഇല്ലാത്തതുകൊണ്ട്. അത് നമ്മൾക്ക് കഴിക്കേണ്ടതാണ്, നമ്മൾക്കത് വേണ്ടതാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്.
അത് നമുക്ക് വേണ്ടതാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ 1, 2, 3, 4, 5, 6, 7, 8 ഈ 8 സെക്കൻഡിൽ ഒരാൾ എനിക്കുള്ള ഈ ഡയബറ്റിക് വന്ന് മരിക്കുന്നുണ്ടെന്ന് ഡയബറ്റിക് ഉള്ളവൻ ചിന്തിച്ചു തുടങ്ങിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. 2020-21 കോവിഡ് വന്നപ്പോൾ നമ്മൾ മാസ്ക് ഇട്ടു, നമ്മൾ സാനിറ്റൈസർ ഉപയോഗിച്ചു, നമ്മൾ വാക്സിൻ എടുത്തു. 100-ൽ 4% താഴെ മാത്രം മരണനിരക്കുള്ള കോവിഡിനെ നമ്മൾ അത്രയും കൺസേൺ ആയപ്പോൾ നമ്മുടെ കയ്യിൽ കൺട്രോൾ ഇല്ലാത്ത സാധനം അല്ലേ, അതൊരു ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ അല്ല, അതൊരു പകർച്ചവ്യാധി. അത് നമ്മുടെ കയ്യിൽ കൺട്രോൾ ഉണ്ടായിരുന്നോ? ഇല്ല. നമ്മുടെ കയ്യിൽ കൺട്രോൾ ഇല്ലാത്ത കോവിഡിനെ പറ്റി നമ്മൾ അത്രയും കൺസേൺ ആയപ്പോൾ 100% നമ്മുടെ കയ്യിൽ കൺട്രോൾ ഉള്ള ഒരു സാധനത്തെ പറ്റി നമ്മൾ കൺസേൺ ആവുന്നില്ല. അവിടെയാണ് മനുഷ്യന്മാരുടെ വിരോധാഭാസം എന്നുള്ളത്. അവിടെയാണ് നമ്മൾ ചേഞ്ച് വരുത്തേണ്ടത്. ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിനെ ലോകത്ത് ടാക്കിൾ ചെയ്യാൻ ഒരേ ഒരു വഴി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. അപ്പോൾ ഈ ഡയബറ്റിക് എന്നുള്ള സാധനം മരുന്ന് കഴിക്കുന്ന ആരെങ്കിലും അറിയാവോ? അറിയാവോ? എത്ര നാളായിട്ട് അവർ മരുന്ന് കഴിക്കുന്നത്? 25 വർഷമായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഡയബറ്റിക് മാറിയോ? ഇല്ല. പിന്നെ എന്തിനാ മരുന്ന് കഴിക്കുന്നത്? കൺട്രോൾ ആക്കാനാന്ന് പറയും അല്ലേ? അപ്പൊ അതെന്തോ അതാ ഞാൻ പറഞ്ഞത്, ഈ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിനെ പരിഹരിക്കാനുള്ള മരുന്ന് ലോകത്തില്ല. കൺട്രോൾ ചെയ്യാനേ പറ്റത്തുള്ളൂ. ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിനെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നില്ല നമുക്ക്. മെറ്റ്ഫോർമിൻ 100-ൽ തുടങ്ങിയാൽ മെറ്റ്ഫോർമിൻ 250-ലും, മെറ്റ്ഫോർമിൻ 500-ലും, മെറ്റ്ഫോർമിൻ 1000-ലും, പിന്നീട് മെറ്റ്ഫോർമിൻ ഇൻസുലിൻ രാവിലെയും വൈകിട്ടും, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും, ഇങ്ങനെ പോകുന്നൊരു യാത്രയില്ല. ഇതൊരു സൈലന്റ് കില്ലർ ആണല്ലേ അവസാനം വരെ അല്ലേ? പക്ഷെ അപ്പം ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഡയബറ്റിക് വന്നാൽ ക്യൂറബിൾ അല്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ആ ലെവലിൽ കൺട്രോൾ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോൾ പോകുന്ന മെഡിസിൻസിലൂടെ നിങ്ങൾക്കത് ക്യൂറബിൾ ആണ് എന്നുള്ളത് ഇവിടെ ആരും തെളിയിച്ചിട്ടില്ല. റൈറ്റ്? ഈ ഡയബറ്റിക് വന്ന് ഞാൻ ഡയബറ്റിക്കിന്റെ മരുന്ന് കഴിച്ച് എനിക്ക് ഡയബറ്റിക് മാറി എന്നുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് മാറാത്തത്? ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് മാറണം എന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് മോഡിഫൈ ചെയ്യണം എന്നുള്ളത്.